ബരീറ മുഗീസ് ദമ്പതികളുടെ കഥ. ബരീറയും മുഗീസും. ബരീറ ഒരടിമ സ്ത്രീയായിരുന്നു, മുഗീസും ഒരടിമയായിരുന്നു. ബരീറ അവർക്ക് അവരുടെ സയ്യിദന്മാർ മോചനം നൽകി. ആയിഷ റളിയല്ലാഹു തആല അൻഹ ബരീറയെ മോചിപ്പിച്ചു. ബരീറ സ്വതന്ത്രയായി. അവർക്ക് പിന്നെ മുഗീസിനെ വേണ്ട, ഭർത്താവായിട്ട് മുഗീസിനെ വേണ്ട. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കഅന്നി അൻദുറു ഇലാ മുഗീസ് യതൂഫു വറാഅഹാ ഫീ തുറുഖിൽ മദീനത്തി വനവാഹിഹ. മുഗീസ് ബരീറയുടെ പിന്നാലെ നടക്കുകയാണ്, ചുറ്റിക്കറങ്ങുകയാണ്. എവിടെ? മദീനയുടെ വഴികളിലും മദീനയുടെ ഓരങ്ങളിലും. ബരീറ എവിടൊക്കെ പോകുന്നു അവിടൊക്കെ മുഗീറ ബരീറയെ യതറദ്ദാഹ എന്നാണ്, അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, അവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതായത് തന്നെ വേണ്ടെന്നാ പറയണത്. അപ്പോ നീ പോകരുത്, എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞ് ബരീറ പിന്നാലെ മദീനയിലെ വഴികളിൽ, മദീനയുടെ ഓരങ്ങളിൽ. ഇബ്നു അബ്ബാസ് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണ് നനഞ്ഞ് താടി കുതിർത്ത് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് മുഗീസ് നടക്കുന്നത്. ആരുടെ പിന്നാലെ? ബരീറയുടെ പിന്നാലെ. പക്ഷെ ബരീറ പറയുന്നത് എനിക്ക് മുഗീസിനെ വേണ്ട എന്നാണ്. അവസാനം മുഗീസ് ബരീറയോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ വന്നു. എന്നിട്ട് മുഗീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, റസൂലെ, നിങ്ങൾ ബരീറയോട് എനിക്ക് വേണ്ടി ശഫാഅത്ത് പറയണം, എനിക്ക് വേണ്ടി ശഫാഅത്ത് പറയണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ ബരീറ ഇത്തഖില്ലാഹ് ഇന്നഹു സൗജുകി വ അബൂ വലദികി. ബരീറ, അള്ളാഹുവിനെ സൂക്ഷിക്കൂ, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ മക്കളുടെ വാപ്പയാണ്, അതുകൊണ്ട് നിങ്ങൾ മുഗീസിനോടൊപ്പം ജീവിക്കുകയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പം ബരീറ ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അതഅ്മുറുനി യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബരീറ ല ഇന്നമാ അന ശാഫിഉൻ, ഞാനൊരു ശുപാർശകൻ മാത്രമാണ്, കൽപ്പനയല്ല. കൽപ്പനയാണ് എങ്കിൽ ബരീറ റളിയല്ലാഹു തആല അലൽ ഐനി വറസ്, മുഗീസിനെ സമ്മതിക്കും. അവരുടെ മനസ്സ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചാൽ ആ കൽപ്പനയ്ക്ക് ലംഘനമല്ല, അത് സ്വീകരിക്കും. പക്ഷേ അവർ ചോദിക്കാണ്, അതഅ്മുറുനി, നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ റസൂൽ പറയാനില്ല, ഇന്നമാ അന ശാഫിഉൻ, ഞാനൊരു ശുപാർശകൻ മാത്രമാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്താ ബരീറ പറഞ്ഞത്? ലാ ഹാജത ലീ ഫീ, എനിക്ക് മുഗീസിന് ഒരാവശ്യമില്ല, ഭർത്താവായി വേണ്ട എന്ന്. എന്താ ഹദീസിൽ കാണുന്ന അറിയോ? ഫഖയ്യറഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി. ഫഖ്താറത് നഫ്സഹ, അവർ മുഗീസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി തന്നെ അവൾ തെരഞ്ഞെടുത്തു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, 3 ആർത്തവകാരം നിങ്ങൾ ഇനി ദീക്ഷയാചരിക്കുക, ഇദ്ദയിരിക്കുക എന്ന് പറയട്ടെ. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അഭിപ്രായം ചോദിച്ചത്, അവരോട് കൽപ്പിക്കാതിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ആ വികാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനിച്ചത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെന്ത് ചെയ്യണം എന്നുള്ളത് അവർ ഉണർത്തിയത്. ഇങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് സ്ത്രീകളെ പരിഗണിച്ചിരുന്നത്, അവരുടെ അവകാശങ്ങളെ വകവച്ചിരുന്നത്, അവരുടെ വികാരങ്ങളെ മാനിച്ചത്. അവർക്കും അവരുടേതായ സ്വാർത്ഥതകളുണ്ട്, അത് പരിഗണനീയമാണ് എങ്കിൽ പരിഗണിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായത്. ഇതുപോലെ ഈ വിഷയത്തിൽ നമ്മൾ ധാരാളം ചരിത്രങ്ങൾ വായിക്കും നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയുടെ വിഷയത്തിൽ.